ആ, മോളൊരുങ്ങി വന്നോ? അകത്തു നിന്നും പുറത്തേക്ക് അഭി റെഡിയായി വന്നതും കേശവൻ ചോദിച്ചു. പാമേച്ചി രാവിലെ അവിടേക്ക് പോന്നല്ലേ? ചെറുപുഞ്ചിരിയോടെ ചുരിദാറിന്റെ ഷോൾ ഒരിക്കൽ കൂടി ശരിയാക്കിക്കൊണ്ട് അവൾ കേശവന്റെ അടുത്തേക്ക് വന്നു. ഉവ്വ്, മോള് നല്ല ഉറക്കമാണെന്ന് പറഞ്ഞു. സുമതിയോട് പറഞ്ഞിട്ടാണ് അവൾ വീട്ടിലേക്ക് വന്നത്. രണ്ടാളും സംസാരിക്കുന്നതിനിടയിൽ സുമതി പുറത്തേക്ക് വന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ അവർ രണ്ടുപേരും ഊണിനുണ്ടാകില്ലേ? കൈകൾ രണ്ടും തന്റെ സാരി തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് രണ്ടുപേരുടെയും അടുത്തേക്ക് വന്നു. ആ, മാധവൻ വിളിച്ചപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. അവർ രണ്ടുപേരും ഊണിനുണ്ടാകും. നീ എന്തെങ്കിലും നല്ലതുണ്ടാക്ക്, ഹർഷനുള്ളതല്ലേ. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ മോളെ? സുമതിയോട് പറഞ്ഞുകൊണ്ട് അഭിയോട് പോകാമെന്ന് ചോദിച്ചു കേശവൻ. അവൾ തലയാട്ടിക്കൊണ്ട് സുമതിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അതേസമയമാണ് ചന്തുവിന്റെ പോലീസ് ജീപ്പ് ആ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നത്. കാറിലേക്ക് കയറുന്നതിനിടെ അഭിയും കേശവനും അവനെ നോക്കി. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ജീപ്പിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൻ അടുത്തേക്ക് വന്നതും കേശവൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ജസ്റ്റ് ഒരു 15 മിനിറ്റ്. ഞാനിപ്പോൾ വരാം. കേശവന്റെ അടുത്ത് നിൽക്കുന്ന അഭിയെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവൻ കേശവനോട് പറയുന്നത്. ആ, എന്നാൽ വേഗം പോയി വരൂ. കേശവൻ പറഞ്ഞതും അപ്പോൾ തന്നെ ജീപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അവൻ വീട്ടിലേക്ക് വിട്ടു. പറഞ്ഞതുപോലെ തന്നെ ഒരു 15 മിനിറ്റിന് ശേഷം ചന്തു തറവാടിനടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അഭി അവനെ നോക്കി. യൂണിഫോമിൽ നിന്ന് മാറി ഫോർമൽ ഡ്രസ്സിലാണ് ചന്തു വരുന്നത്. 2 പ്രാവശ്യവും അഭി അവനെ കണ്ടപ്പോൾ അവൻ യൂണിഫോമിലായിരുന്നു. യൂണിഫോമിൽ നിന്ന് ഫോർമൽ ഡ്രസ്സിലേക്ക് മാറിയപ്പോൾ ആളാകെ മാറിയതുപോലെ അവൾക്ക് തോന്നി. പോകാം. ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് മടക്കിക്കൊണ്ട് അവൻ കേശവനെയും അഭിയെയും നോക്കി. ആ, പോവാം. ദാ, നീ ഡ്രൈവ് ചെയ്തോളൂ. കയ്യിലെ കാറിന്റെ കീ അവന് നേരെ കേശവൻ നീട്ടി. ഒരു മടിയും കൂടാതെ അവൻ അത് വാങ്ങിച്ചു സുമതിയോട് പറഞ്ഞുകൊണ്ട് നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയിരുന്നു. കോ ഡ്രൈവിംഗ് സീറ്റിൽ കേശവനും പിറകിലായി അഭിയും ഇരുന്നു. മോളുടെ നാടെവിടെയാ? യാത്രയിൽ കേശവൻ അഭിയോട് ഓരോന്ന് ചോദിക്കുകയാണ്. തൃശൂർ. പറയുമ്പോൾ ഫ്രണ്ട് മിററിലൂടെ പിറകിലേക്ക് നോക്കുന്ന ചന്തുവിനെയും അവൾ മിററിലൂടെ കാണുന്നുണ്ട്. കള്ളം പറയാൻ അവൾക്ക് തോന്നിയില്ല. അതുമല്ല, കൂടെയുള്ളത് ഒരു പോലീസുകാരനല്ലേ? ആഹാ, അപ്പോൾ ഇവിടുന്ന് അടുത്താണല്ലോ. പിന്നെ എങ്ങനെയാ ചെന്നൈക്ക് മോള് എത്തിയത്? പഠിക്കാൻ പോയതാണോ? ഉടനെ അടുത്ത ചോദ്യം വന്നിരുന്നു കേശവന്റെ ഭാഗത്ത് നിന്ന്. അല്ല, ജോലിക്ക്. പിടച്ചിലോടെ അവൾ മിററിൽ നിന്ന് നോട്ടം മാറ്റി. എന്തെന്നാൽ അപ്പോഴും ചന്തുവിന്റെ നോട്ടം അവളിലേക്ക് തന്നെയായിരുന്നു. അവൾക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ആ, അങ്ങനെയായിരിക്കാമല്ലേ ഹർഷനെ പരിചയം? അടുത്ത ചോദ്യത്തിന് അവൾ ഒന്ന് മൂളിയതേയുള്ളൂ. കേശവൻ ഓരോന്ന് ചോദിക്കുമ്പോൾ പെണ്ണിന്റെ നെഞ്ചാണ് പൊട്ടിപ്പോകുന്നത്. അതേസമയം ഇവരുടെ ഒപ്പം ഇറങ്ങി പുറപ്പെട്ട നിമിഷത്തെ അവൾ പ്രാഗിപ്പോയി. അപ്പോഴും ഫ്രണ്ട് മിററിലൂടെ അഭിയുടെ ഓരോ ഭാവങ്ങളും നിരീക്ഷിക്കുകയായിരുന്നു ചന്തു. വന്നപ്പോൾ തൊട്ടേ ഹർഷനും ഇവളും തമ്മിൽ പറയുന്നത് തമ്മിൽ ഒരു പൊരുത്തവുമില്ലെന്ന് ചന്തു ഉറപ്പിച്ചിരുന്നു. അതുമല്ല, അഭിയോട് ആരെന്ത് ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകളിലെ പിടപ്പും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പറയുന്നതിൽ ഏറെക്കുറെ കള്ളമാണെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ അഭിയോട് അവന് തുറന്നു ചോദിക്കാൻ തോന്നിയില്ല. അവസരം കിട്ടും അപ്പോഴാകട്ടെ എന്ന് അവനും കരുതി. അതുമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും സ്വാതന്ത്ര്യവുമില്ലല്ലോ. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ഹോസ്പിറ്റലിന്റെ മുന്നിലേക്കെത്തി. അഭിയും കേശവനും ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇറങ്ങിയതും കാർ പാർക്ക് ചെയ്യാനായി ചന്തു മുന്നോട്ടേക്ക് പോയി. പാർക്ക് ചെയ്തു കഴിഞ്ഞ് മൂവരും മാധവൻ വിളിച്ചു പറഞ്ഞ റൂം നമ്പർ നോക്കി നടന്നു. 3-ാം നിലയിലുള്ള 519 റൂം നമ്പർ കണ്ടതും ചന്തു വാതിലിന് പതിയെ തട്ടി. ശബ്ദം കേട്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഹർഷൻ വാതിൽ തുറന്നു. തന്റെ മുന്നിൽ വന്നവരെ കണ്ടപ്പോൾ ഒന്ന് അതിശയിച്ചെങ്കിലും അവന്റെ കണ്ണുകൾ ചെന്നെത്തിയത് അഭിയിലേക്കായിരുന്നു. തന്നെ നോക്കാതെ മറ്റെവിടേക്കോ നോട്ടം പായിച്ചു നിൽക്കുന്നവൾ. എന്തോ ഇന്നലെ വരെ തോന്നാത്ത പലതും ഇന്ന് ഹർഷൻ അവളോട് തോന്നുന്നു. അവിടെ തന്നെ നിൽക്കാതെ കയറി വാ. അകത്തു നിന്ന് മാധവൻ വിളിച്ചതും ഹർഷൻ വാതിലിന്റെ അടുത്ത് നിന്ന് നീങ്ങി. മൂവരും മാധവനോട് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നീട് അവിടെ രാജേന്ദ്രന്റെ അസുഖങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായി. കുറേ സമയം കഴിഞ്ഞതും സിസ്റ്റർ വന്നു പറഞ്ഞു ലൈറ്റായിട്ട് എന്തെങ്കിലും രാജേന്ദ്രന് കൊടുക്കാൻ വാങ്ങിക്കൊണ്ട് വരണമെന്ന്. എന്നാൽ നിങ്ങൾ സംസാരിക്ക്, ഞാൻ പോയി വാങ്ങി വരാം. സിസ്റ്റർ വന്ന് പറഞ്ഞു പോയതും ചന്തു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ചന്തു ചന്തു വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ ഹർഷൻ തടഞ്ഞുകൊണ്ട് ഞാൻ പോയി വാങ്ങി വരാം എന്ന് അവൻ പറഞ്ഞു. വേണ്ട വേണ്ട, നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഹർഷനെ എതിർത്ത് ചന്തു വീണ്ടും പറഞ്ഞു. ചന്തു, എന്നാൽ ഒരു കാര്യം ചെയ്, അഭിമോളെയും കൂട്ടിക്കോളൂ. കുട്ടി രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് സുമതി പറഞ്ഞിരുന്നു. മോൾക്കും എന്തെങ്കിലും വാങ്ങിക്കൊടു. അയ്യോ കേശവേട്ട, വേണ്ട. കേശവൻ പറഞ്ഞതും പെടുന്നനെ അഭി എതിർത്തു. എന്തു വേണ്ടെന്ന്? എത്ര നേരം ഇങ്ങനെ ഇരിക്കണം? മോള് പോയി വാ. കേശവന്റെ കൂടെ മാധവനും പറഞ്ഞതും നിവർത്തിയില്ലാതെ അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ചന്തുവിനെ നോക്കി. പോകാം.
ചെറുചിരിയോടെ ചന്തു പറഞ്ഞതും അവൾ തലയാട്ടി അവന്റെ ഒപ്പം നടന്നു. അതേസമയം മറുവശത്ത് നിന്നും തന്നെ നോക്കി നിൽക്കുന്നവനെ അവൾ ശ്രദ്ധിച്ചില്ല. രണ്ടുപേരും പോയി കഴിഞ്ഞതും ഹർഷന്റെ മനസ്സിൽ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു. ഭാമയ്ക്കൊരു ആഗ്രഹം, ചന്തുവിന് അബിയെ നോക്കിയാലോന്ന്. അവൾ ഇന്നലെ കുട്ടിയോട് ചോദിച്ചത്രേ. ഹർഷന്റെ മനസ്സിലേക്ക് തീ കോരിയിടുന്നത് പോലെയായിരുന്നു കേശവന്റെ ചോദ്യം. പെട്ടെന്ന് കേശവന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു സംസാരമുണ്ടായതും അവൻ ഞെട്ടിപ്പിടഞ്ഞ് കേശവനെ നോക്കിപ്പോയി. ആ കുട്ടി എന്താ പറഞ്ഞത്? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നിങ്ങൾ കല്യാണാലോചനയുമായി വന്നത്? മാധവൻ കേശവനോട് ചോദിക്കുന്നതിനോടൊപ്പം തൊട്ടരികിലുള്ള ഹർഷനെ ഇടങ്ങണ്ണാലി നോക്കുകയും ചെയ്തു. ഏയ്, കുട്ടിയോട് നമ്മുടെ ഇഷ്ടം പറഞ്ഞെന്നേ ഉള്ളൂ. കുട്ടി ഒന്നും മറുപടി പറഞ്ഞില്ല. ഒറ്റ നോട്ടത്തിൽ ഭാമയ്ക്ക് അവളെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ ചോദിച്ചെന്നേ ഉള്ളൂ. അഭിമോളെ കണ്ടാൽ ആർക്കാ ഇഷ്ടമാകാതിരിക്കുക? അതുമല്ല, ആ കുട്ടിയുടെ പെരുമാറ്റവും ആർക്കും ഇഷ്ടമാവുന്ന വിധത്തിലാണ്. ഇങ്ങനെയൊരു പെൺകുട്ടിയാണ് ചന്തുവിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ഭാമ എപ്പോഴും പറയാറുമുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം അഭിയെക്കുറിച്ച് നിങ്ങൾ നന്നായി അന്വേഷിക്ക്, ആ കുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ചും. അതിനുശേഷം ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടു പോകാമല്ലോ. അതിനിടയിൽ ആ കുട്ടിയെക്കുറിച്ച് മുഴുവനായി നിങ്ങൾ അന്വേഷിക്കണം. നാളെ അതൊരു പൊരുത്തക്കേടുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ പറയുന്നത്. ഹർഷന്റെ നെഞ്ചിൽ വലിയൊരു ബോംബിട്ടുകൊണ്ട് മാധവൻ സംസാരിച്ചതും അതുവരെ തോന്നാത്ത വല്ലാത്തൊരു നീറ്റൽ ഹർഷന് അനുഭവപ്പെട്ടു. എല്ലാം അന്വേഷിച്ചിട്ടേ മുന്നോട്ടു പോകൂ. അതിനു മുമ്പ് കുട്ടിയുടെ അഭിപ്രായം അറിയാമല്ലോ. അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ കുട്ടിയെക്കുറിച്ച്? അതുമല്ല, ഇക്കാര്യം ഞങ്ങൾ ചന്തുവിനോട് ചോദിച്ചിട്ടില്ല. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചന്തുവിനും താല്പര്യമുണ്ട് എന്നാണ്. നോക്കാം. മാധവൻ പറഞ്ഞതുപോലെ സമയമുണ്ടല്ലോ. കേശവനും പറഞ്ഞതും മാധവനും അത് ശരിവയ്ക്കുന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവർ മറ്റുള്ള ചർച്ചയിലേക്ക് കടന്നു. ഇതേസമയം ഹർഷന് കാര്യം അറിയാതെയുള്ള ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് അവൻ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നു നിന്നത് ബാൽക്കണി പോലുള്ള വലിയൊരു ഏരിയയിലേക്കാണ്. അവിടെ നിന്നാൽ ആ ടൗൺ മുഴുവൻ കാണാം. എന്തിനാണ് തന്റെ മനസ്സ് പിടയ്ക്കുന്നത് എന്ന് മാത്രം അവന് അറിയുന്നില്ല. പക്ഷേ അബിയുടെ കാര്യം പറയുമ്പോഴാണ് തനിക്ക് ഇങ്ങനെയൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നുമുണ്ട്. ഓരോന്നാലോചിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിന്നവന്റെ കണ്ണുകളിൽ പെട്ടത് അബിയും ചന്തുവുമായിരുന്നു. ചന്തുവിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അബി. ആദ്യമായിട്ടായിരിക്കും അബിയിൽ ഇങ്ങനെയൊരു ചിരി ഹർഷൻ കാണുന്നത് തന്നെ. അല്ലെങ്കിലും അവൾ എന്താണെന്ന് ഇതുവരെ അറിയാൻ പോലും അവൻ ശ്രമിച്ചിട്ടുമില്ലല്ലോ. മറ്റുള്ളവർ പറഞ്ഞുകൊടുത്ത നുണക്കഥകൾ വെച്ച് അവളെ എന്നും വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടല്ലേയുള്ളൂ. വീണ്ടും വീണ്ടും ചന്തുവിനോട് സംസാരിച്ചുകൊണ്ട് ചിരിക്കുന്നവളെ അവൻ അസൂയയോടെ നോക്കി നിന്നു. ഇനി 2 മാസം കൂടി അഭിനയ എന്നവൾ തൻ്റെ ജീവിതത്തിൽ. ആ 2 മാസത്തിനിടയിൽ അവളോട് ചെയ്ത തെറ്റിനൊക്കെയും പ്രായശ്ചിത്തം ചെയ്യണമെന്നും അവന് ഉറപ്പിച്ചു. അപ്പോഴും പുറത്തെ കാഴ്ചകൾ അവനെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. കാരണമില്ലാത്തൊരു വേദന അവനിലും ഉടലെടുത്തു. അബിയും കേശവനും ഹോസ്പിറ്റലിൽ നിന്നതും മാധവനും ഹർഷനും തറവാട്ടിലേക്ക് തിരിച്ചിരുന്നു. ചന്തു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് പോയി. അതിനിടയിൽ യാത്ര ചെല്ലുമ്പോൾ പോലും അബി തൻ്റെ നേർക്ക് ഒന്ന് നോക്കിയത് പോലുമില്ലെന്ന് ഹർഷൻ മനസ്സിലാക്കി. എന്നാൽ ചന്തുവിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് അവൾ. പഴയ പോലെ ആയിരുന്നെങ്കിൽ അവളെ തനിക്ക് വഴക്ക് പറയാമായിരുന്നു. പക്ഷേ ഇന്ന് അഭിനയം എന്താണെന്ന് തനിക്ക് അറിയാം. വാക്കുകൾ കൊണ്ട് അവളെ കൊത്തിനോവിക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇനിയും അങ്ങനെ ചെയ്താൽ താൻ തന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോകും എന്ന് അവനറിയാം. എന്താ നിനക്ക് പറ്റിയത്? ഡ്രൈവിങ്ങിനിടയിൽ മാധവൻ ചോദിച്ചതും ഹർഷൻ പകപ്പോടെ മാധവനെ നോക്കി. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്താ നിനക്ക് പറ്റിയത്? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? തന്നെ നോക്കുന്നവനോട് വീണ്ടും മാധവൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. മാമയുടെ മുഖത്തു നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. പിന്നെ നന്ദിനി വിളിച്ചിരുന്നു. അവൾക്കും ഇവിടേക്ക് വരണമെന്ന്. എന്നെയും വിളിച്ചിരുന്നു. അനുവിൻ്റെ കോളേജ് സ്ട്രൈക്കാണ്. ഇനി എപ്പോഴാ തുറക്കുകയെന്ന് അറിയില്ലെന്ന്. എന്തോ മർഡർ കേസ് ആണെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ അവൾക്ക് ഇവിടെ വരുന്നത് തന്നെയാണ് നല്ലത്. ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടല്ലോ. അതുമല്ല, മീനാക്ഷിയും പൂജയും വരുന്നുണ്ട്. എല്ലാവരും ഒപ്പം നിന്നിട്ട് എത്ര കാലമായി. ഓരോന്ന് ഓർത്തുകൊണ്ട് മാധവൻ പറഞ്ഞതും ഹർഷനും അത് ശരിവയ്ക്കുകയായിരുന്നു. തറവാട്ടിലെത്തിയിട്ടും ഹർഷന്റെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടേയിരുന്നു. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിയാൽ മതിയെന്നായി അവന്. ഭക്ഷണം കഴിച്ച് റൂമിൽ റെസ്റ്റ് എടുക്കുമ്പോഴായിരുന്നു മാധവൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. നീ ഉറങ്ങുകയായിരുന്നോ? അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് മാധവൻ ചോദിച്ചു. ഇല്ല. എന്താ മാമേ? കിടന്നിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റിരുന്നു. അത് പിന്നെ ഹോസ്പിറ്റലിൽ നീയും അബിയും ഇന്ന് നിൽക്കുമോ? പൂജയും മീനാക്ഷിയും വരുന്നുണ്ട്. നൈറ്റ് ഫ്ലൈറ്റിനാണ് വരുന്നത്. എന്നോട് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു. അവർക്ക് തനിച്ച് ഇവിടേക്ക് വരാൻ ഒരു പേടി. ആ, അതിനെന്താ മാമേ, ഞാൻ പൊയ്ക്കോളാം. മാമ മീനമ്മയും പൂജയും കൂട്ടി വരൂ. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം.
പറയുന്നതിനോടൊപ്പം തന്നെ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. വേണ്ട, സന്ധ്യയാകുമ്പോൾ പോയാൽ മതി. കേശവനോട് ഞാൻ വിളിച്ചു പറയാം. ഹർഷന്റെ ധൃതി കണ്ടതും മാധവൻ വേഗം പറഞ്ഞു. വേണ്ട, ഞാൻ വേഗം പൊയ്ക്കോളാം. കേശവേട്ടനോട് ഇവിടേക്ക് വരാനും പറയാം. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ തോർത്തുമെടുത്ത് നേരെ വാഷ്റൂമിലേക്ക് കയറിയിരുന്നു. അവൻ പോയി കഴിഞ്ഞതും ചുണ്ടിലൂറിയ ചിരിയുമായി മാധവൻ പുറത്തേക്കും പോയി. അപ്പോൾ മഞ്ഞുമല ഉരുകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന വഴിയെ മാധവൻ സ്വയം പറഞ്ഞു. തറവാട്ടിൽ നിന്ന് ഹർഷൻ നേരെ ഹോസ്പിറ്റലിലേക്കും മാധവൻ എയർപോർട്ടിലേക്കും തിരിച്ചു. യാത്രയിലുടനീളം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയെന്നായി ഹർഷനു. എന്നാൽ എത്ര തന്നെ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടും ഹോസ്പിറ്റലിൽ എത്താത്തതുപോലെ അവന് തോന്നി. എന്തിനാണ് താൻ ഇത്ര പരിഭ്രമിക്കുന്നത് എന്ന് പോലും അവൻ അറിയുന്നില്ല. എന്തിനൊക്കെയോ മനസ്സ് നിന്ന് പിടയ്ക്കുന്നത് പോലെ ഹർഷന് തോന്നി. അതിനെന്നോണം കാറിന്റെ വേഗതയും കൂടി. ഹോസ്പിറ്റലിലേക്ക് എത്തിയതും കാർ പാർക്ക് ചെയ്ത് വേഗത്തിൽ അവൻ നേരെ റൂമിലേക്ക് നടന്നു. നടന്നെന്നല്ല, ഓടി എന്ന് വേണം പറയാൻ. റൂമിന്റെ അടുത്തെത്തിയതും നോക്ക് പോലും ചെയ്യാതെ അവൻ വാതിൽ തുറന്നതും കൺമുന്നിലുള്ള കാഴ്ച അവന്റെ നെഞ്ചിൻകൂടം തകർക്കുന്നത് പോലെയായിരുന്നു. ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ചന്തുവും അഭിയും. തൊട്ടപ്പുറമായി കേശവനും ഭക്ഷണം കഴിക്കുന്നു. ഹർഷൻ എത്തിയോ? കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാതിൽ തുറന്നു വന്നവനെ കണ്ടതും കേശവൻ ചോദിച്ചു. അവൻ വിളറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് റൂമിലേക്ക് കയറി അവരുടെ തൊട്ടടുത്തുള്ള ബെഡിലേക്ക് പോയിരുന്നു. ചന്തുവും ഹർഷനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും അഭി ഹർഷൻ എന്നൊരാൾ വന്നതുപോലും ഗൗനിക്കുന്നില്ല. അവളിപ്പോഴും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അഭി പ്ലേറ്റുമായി വാഷ്റൂമിലേക്ക് പോയി. ചന്തുവും കേശവനും അടുത്തുള്ള വാഷ് ബേസിൽ നിന്ന് കൈകഴുകി ഹർഷനോട് സംസാരത്തിനിരുന്നു. ഞാനൊന്ന് പുറത്തു പോയി വരാം. പ്ലേറ്റൊക്കെ കഴുകി വെച്ചുകൊണ്ട് അഭി ചോദിച്ചതും കേശവൻ അനുവാദം നൽകിയതും അവൾ ഒന്ന് ചന്തുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു പുറത്തേക്ക് പോയി. അവൾ പോയി കഴിഞ്ഞതും വല്ലാത്ത ശൂന്യത ഹർഷനിൽ അനുഭവപ്പെട്ടു. തന്നെ ഒന്ന് പെണ്ണ് നോക്കിയതുപോലുമില്ലല്ലോ എന്ന ചിന്ത പോലും അവനിൽ ഉടലെടുത്തു. ഇനി എത്ര മാസമുണ്ട് കരാർ തീരാൻ? പെട്ടെന്നായിരുന്നു ചന്തുവിന്റെ ചോദ്യം ഹർഷന് നേർക്ക് വന്നത്. എന്നാൽ അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പോലും അറിയാതെ ആകെ വിളറി വെളുത്തിരുന്നു ഹർഷൻ. കരാറിന്റെ പേര് കേട്ടപ്പോഴേ അവൻ ഏകദേശം കാര്യങ്ങൾ ഉദ്ദേശിച്ചെങ്കിലും താൻ ഉദ്ദേശിച്ചതാണോ ചന്തു ചോദിച്ചത് എന്ന് ഹർഷന് വ്യക്തമായില്ല. അതുകൊണ്ട് തന്നെ എന്തു മറുപടി നൽകണമെന്നറിയാതെ അവനാകെ ഉഴറി. മാധവേട്ടനും പറഞ്ഞു നിങ്ങളുടെ കോൺട്രാക്ട് ഡീലിനെ കുറിച്ച്. ഞാൻ അഭിയോട് ചോദിച്ചു. സാരമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി എത്ര മാസം ഉണ്ടാകും നിങ്ങളുടെ കോൺട്രാക്ട് തീരാൻ? ഹർഷന്റെ അവസ്ഥ മനസ്സിലാക്കി വിശദമായി തന്നെ ചന്തു ചോദിച്ചു. എന്നാൽ ചന്തുവിന്റെ ഓരോ ചോദ്യത്തിനും ഹർഷന്റെ പക്കൽ നിന്ന് ഗൗരവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൂടിപ്പോയാൽ 2 മാസം. താല്പര്യമില്ലായ്മയോടെ അവൻ മറുപടി നൽകി. മോളോട് ഞങ്ങൾ കൂടുതലായി ഒന്നും ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ജോലി തിരഞ്ഞെടുത്തതെന്ന് ആ കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ ഭാഗം നോക്കിയാലും തെറ്റ് പറയാൻ കഴിയില്ലല്ലോ. ആ സമയം അവളുടെ മുന്നിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായി കാണൂ. എല്ലാവർക്കും അവരുടെ അമ്മ തന്നെ ആയിരിക്കില്ലേ വലുത്? കേശവൻ പറഞ്ഞതും ഹർഷനും അത് ശരിവയ്ക്കുകയായിരുന്നു. ഒപ്പം എന്തിനൊക്കെയോ അവന് വേദന തോന്നി. എത്ര പെട്ടെന്നാണ് അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? അഭിയോട് ചോദിച്ചത്. ഈ 8 മാസത്തിനിടെ ഒരിക്കൽ പോലും തനിക്ക് അവളോട് കാര്യങ്ങൾ വിശദമായി ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു കുറ്റബോധം ഹർഷന് ആ സമയം നല്ലതുപോലെ തോന്നി. അതിനോടൊപ്പം അവളെ വേദനിപ്പിച്ച രീതിയിൽ നാളുകളും എല്ലാം അവന്റെ മനസ്സിൽ വലിയ ചീളുകളായി വന്നു പതിഞ്ഞു. ആ, മോള് വന്നല്ലോ. എന്നാൽ നമുക്ക് ഇറങ്ങാൻ ചന്തു. വാതിൽ തുറന്ന് പുറത്തു പോയവൾ അകത്തേക്ക് വന്നതും കേശവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചന്തുവിനോട് ചോദിച്ചു. ആ, പോകാം. വീട്ടിൽ പോയിട്ട് വേണം ഫ്രഷായി വീണ്ടും ഡ്യൂട്ടിക്ക് കയറാൻ. അഭി, ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഹർഷനോടും കേശവനോടും പറയുന്നതിനോടൊപ്പം അഭിയോടും പറഞ്ഞുകൊണ്ട് ചന്തു മുന്നിലായും പിറകിലായി കേശവനും രണ്ടാളോടും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി.